നിർദ്ദേശം. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ, മഴക്കെടുതി. ഇനി വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എന്തായിരിക്കും? കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അജീഷ്? റിജിത്ത്, അടുത്ത ഒരാഴ്ച കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദവും രൂപപ്പെട്ടു. ഇതിന്റെ അതുമാത്രമല്ല, അറബിക്കടലിൽ ചക്രവാത ചുഴിയും വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. നാളെ രാത്രി 11:30 വരെ കേരള, തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം. നാളെ 4 ജില്ലകളിലാണ് ഇന്ന് 4 ജില്ലകളിലാണ് അവധി. നാളെ 4 ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ പെയ്യുന്ന കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് പ്രൊഫഷണൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമാകുക. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഈ ആഴ്ച തിരിച്ചുള്ള ഒരു പ്രവചനം പ്രകാരം അടുത്ത 2 ആഴ്ചയും, അതായത് ജൂലൈ 19 മുതൽ 25, 26 വരെയും സാധാരണ കാലയളവിൽ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാലയളവിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളുടെ തീരദേശ മേഖലയിലും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഈ തീരദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിലിനടക്കമുള്ള സാധ്യതയുണ്ട്. മഴക്കെടുതികൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കാലാവസ്ഥാ മുന്നറിയിപ്പ് അങ്ങനെയാണ്. ഒരാഴ്ച കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പ്രത്യേക നിർദ്ദേശം എന്നുള്ള നിലയിൽ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമുണ്ട്. തീരമേഖലകളിൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഇടങ്ങളുണ്ടെങ്കിൽ, അവിടെ വെള്ളം കയറുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 4 ജില്ലകൾക്കാണ് അവധി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളുമായി ബന്ധപ്പെട്ടുള്ള അവധിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ വരികയാണെങ്കിൽ അത് പ്രേക്ഷകരെ ആ സമയം അറിയിക്കും.